എന്ന അഥവാ തിരുമേനിയുടെ ഒരു തിരൂർ എന്ന പേര് അറിയപ്പെട്ടു. തിരൂർ അടങ്ങുന്ന പ്രദേശങ്ങൾ ക്ഷത്രിയ വംശജരായ തിരുമേനിയുമായി വെട്ടത്തുനാട് രാജാക്കന്മാരായിരുന്നു ഇവിടെ ഭരണകർത്താക്കൾ. സാംസ്കാരിക മലയാള തനിമയിലും പാണ്ഡിത്യത്തിലുമുള്ള ത്തിലെ ഒന്നാം സ്ഥാനം ദേശമാണ്. അഭ്യസിക്കാൻ മുൻകാലങ്ങളിൽ ഈ പ്രദേശത്ത് മാത്രമേ പഠനകാരികളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. മതപഠനത്തിനായി തലക്കെടുത്തു, കൂട്ടായി, റവണ്ണ എന്നീ പള്ളികൾ കേന്ദ്രീകരിച്ച് പണ്ഡിതന്മാർ ദർസുകൾ നടത്തിയിരുന്നു. 15-ാം നൂറ്റാണ്ടിന് മുൻപ് തന്നെ ഇവിടെ നിരവധി എഴുത്തുകളരികൾ നിലനിൽക്കുന്നതായി ചിത്രം രേഖപ്പെടുത്തുന്നു. പ്രശസ്ത കവികൾ, സാഹിത്യകാരന്മാർ, കലാകാരന്മാർ തുടങ്ങി തിരൂരിന്റെ പൈതൃകം കാത്തുസൂക്ഷിക്കുന്ന ഇളം തലമുറകൾ തിരൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചു. തിരൂരിന്റെ പുരാതന വഴികളിലൂടെ നടന്നുപോയവർ ഭംഗിയും മനോഹാരിതയും സൂക്ഷിച്ച് കാലത്തിന്റെ പുതിയ അലങ്കാര ശൈലികൾക്കും സ്വയം മനസ്സുപെടുന്നവരായിരുന്നു. ഇന്ന് സമ്പത്തിലും സംസ്കാരത്തിലും അറിവിലും മുൻപ് നിൽക്കുന്ന സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ്. വർഗീയ വികാരങ്ങൾ വിതക്കാൻ ചിലർ ശ്രമിച്ചെങ്കിൽ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി വർഗീയതയെ പടിപ്പുര പുറത്തു നിർത്തി മതസൗഹാർദ്ദം സ്ഥാപിച്ച് നിരവധി തവണ മാതൃക കാണിച്ചിട്ടുണ്ട്. ചൂരിന്റെ അടുത്ത് കൊല്ലാരും ഭാരതപ്പുഴം നടുമാകത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ആലത്ത്. ഇന്നും അറിവിലും സംസ്കാരത്തിലും ഒരുമയിലും മുന്നേറുന്ന ഈ പ്രദേശം പുതിയ തലമുറയുടെ സ്വപ്നങ്ങളും ശൈലികളും ഉൾക്കൊണ്ടു മാറിക്കൊണ്ടേ. തിരൂരിന്റെ തനിമയും ആധുനിക സൗന്ദര്യവും മിശ്രിതമാക്കുന്ന പുരുഷന്മാർക്കായുള്ള ഒരു പുതിയ ബ്യൂട്ടി പാർലർ നിങ്ങളുടെ സൗന്ദര്യത്തിന് പുതുജീവൻ നൽകാൻ ആലപ്പുഴയുടെ നിങ്ങൾക്കായി സമർപ്പിക്കും. നിങ്ങളേവരുടെയും സഹകരണം ആത്മാർത്ഥമായി പ്രതീക്ഷിച്ചുകൊണ്ടു